ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ, ജീവിതത്തിൻ്റെ വിജയത്തിനായിട്ട്, അല്ലെങ്കിൽ എന്ത് വൈകിട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു കാര്യമാണ് കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടുക. പണ്ട് ഒരു കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഈ കംഫർട്ട് സോണിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് സോൺ എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മുടെ കംഫർട്ട് സോൺ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നിങ്ങൾ ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വരാത്ത, അല്ലെങ്കിൽ നമ്മളോട് ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുള്ള ഒരു സോണിനെയാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ആ കംഫർട്ട് സോണിനെ ഓവർകം ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുക, ജീവിതത്തിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ചാടുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഒരു പ്രൊഫഷൻ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ അഡ്വക്കസിയാണ്, ലിറ്റിഗേഷൻ ഫീൽഡിൽ നിൽക്കുന്നു. ഇപ്പം മറ്റാരെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസ് നമുക്ക് ഭയങ്കര കംഫർട്ടാവും, പക്ഷെ അവിടെ സാലറി കമ്മിയായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള, എന്നാൽ എന്നെ ഇത്രയും പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന, എന്നോട് യാതൊരു തരത്തിലുള്ള ചോദ്യം ചോദിക്കാത്ത ഈ കമ്പനിയിൽ നിന്ന് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് എന്തിനു പോകണം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി വേണം. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഫഷനിലെല്ലാം നമുക്ക് കൺസിസ്റ്റൻസി വേണം. പക്ഷേ ഒരു ബെറ്റർ ഓപ്ഷൻ വരുമ്പോൾ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ പുറകിലേക്ക് വലിക്കുന്നു. അപ്പം ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്ക് ദി കംഫർട്ട് സോൺ ടു ഓവർകം, ടു സക്സീഡ് അവർ ലൈഫ്. നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ അടുത്ത പടിയിലേക്ക് ചുവടെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ സ്റ്റക്ക്. അത് ജീവിതം ഒരു നിശ്ചലമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതം ഒരു സ്റ്റക്കിലേക്ക് തന്നെ പോകും. ഇപ്പം നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു ഹൈവേയിൽ വണ്ടി ഓടിക്കാനറിയാം, അപ്പോൾ സുരക്ഷിതമായി പോകണം. അപ്പോൾ സ്വാഭാവികമായി ആ വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ എത്തേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വരണം, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരണം, തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് വേണം, ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്കും വരണം. സ്വാഭാവികമായി ഇത്രയും ഗിയറുകൾ വണ്ടി സഞ്ചരിച്ചാൽ മാത്രമായിരിക്കും ആ വണ്ടി 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ എത്തുന്നത്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലോ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ വണ്ടി സേഫ് ആയിരിക്കും, നമ്മൾ സേഫ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്, ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്കെന്ന് മനസ്സിലാക്കാം, നമ്മൾ എന്നാണോ നമ്മുടെ ഒരു സുരക്ഷിതമാകുന്ന കവചത്തിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടാൻ ശ്രമിക്കുന്നത്, അന്നേരം നമുക്ക് ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഗോളിലേക്ക് അത് എത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് കേരളത്തിൻ്റെ എംപ്ലോയ്മെൻറ്റും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചൊക്കെ നമുക്കറിയാം, അതൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ പോലും ആ എംപ്ലോയ്മെൻറ്റ് ഇന്ന് കുറേ പേര് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു ജോലിയെക്കാട്ടും താഴ്ന്ന എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെയെല്ലാം എനിക്ക് തോന്നുന്നു, നമ്മളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ തന്നെ അവിടെ എല്ലാം സംഭവിക്കുന്നത് കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യുന്നില്ല. തങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖല ബ്രേക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞുകൂടുക എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയാം, ജീവിതത്തിൽ റിസ്ക് എടുക്കുക, കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യുക, കോൺഫിഡൻസ് 100% കോൺഫിഡൻസാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം സക്സസ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാം. ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താ. അപ്പോൾ നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ദ കംഫർട്ട് സോൺ. സെക്കൻഡ്, എങ്ങനെ അത് ബ്രേക്ക് ചെയ്യാമെന്ന് ചോദിക്കാം. തേർഡ്, ബ്രേക്ക് ചെയ്യുക. ബാക്കിയെല്ലാം വരുന്നുള്ളത് ജീവിതമല്ലേ, ഇത്രയൊക്കെ നമ്മൾ ജീവിച്ചില്ലേ, ഇനി സ്വാഭാവികമായിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു ജീവിതം വേണമെങ്കിൽ നമ്മളെല്ലാം ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യണം. നമ്മളെ റിസ്ക് എടുക്കുന്നത് ഒരു ലെവൽ കാണും, അതിനപ്പുറത്തേക്കൊരു റിസ്ക് എടുക്കുക. എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ എല്ലാം 1, 2, 3, 4, 5, 6, 7 എന്നുള്ള രീതിയിൽ വെട്ടിയാൽ ഞാൻ നിങ്ങളെ തീർച്ച പറയാം, നിങ്ങൾ എഴുതി വെച്ചോ, എവിടെ വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കൂ, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിച്ചോ, ഇല്ലേ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. ഈ കമൻറ്റ് ബോക്സിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ പറയാം നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. ഉറപ്പായിട്ടും 100% കൺഫേം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, അതാത് പ്രതിസന്ധികളിൽ എനിക്ക് ചിലപ്പോൾ ഇതിലേക്കൊന്നും വരേണ്ട ആവശ്യകതയില്ലായിരുന്നു. പ്രതിസന്ധികളുണ്ടാകും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു
നിശ്ചിതമായ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും, ഇല്ലെ പ്രോബ്ലംസ് ഉണ്ടാകും. ആ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ ഒരു 100% നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്നിരുന്ന് ഈ ക്യാമറയുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിൻ്റെ ഫലമായിരിക്കാം. ചിലപ്പോൾ ഇതൊക്കെ ചിലരൊക്കെ ജീവിതത്തിൽ എനിക്ക് റോൾ മോഡലായിട്ടുള്ളവരുണ്ട്, നിങ്ങൾക്ക് റോൾ മോഡലായിട്ടുള്ളവരുണ്ട്. നമ്മൾ നമ്മളുടെ തന്നെ റോൾ മോഡലാകുന്ന എന്നാണോ അന്ന് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവും. നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ആ പ്രതിസന്ധി തരണം ചെയ്തല്ലോ, നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ സീ സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.